ഐ വി സ്റ്റാർട്ട് ആൻ വെയിറ്റിംഗ് കരുതി കുരിശൊന്ന് ഓഫാൻ. എന്നാലും ഈ സാറിന്റെ മനസ്സ് എങ്ങനെയാ മാറിയത്? സിമ്പിൾ. സാർ മിസ്സിന്റെ പുറകെയാ കട്ട പ്രേമം. അത് നിനക്ക് എങ്ങനെ അറിയാം? വല്ലപ്പോഴൊക്കെ സ്റ്റാഫ് റൂമിൽ കയറണം. അതെങ്ങനെയാ ക്ലാസ് റൂമിൽ പോലും കയറാറില്ലല്ലോ. കറക്റ്റ്. അപ്പൊ പിന്നെ നമുക്ക് സാറിനോട് പോയൊരു താങ്ക്സ് പറയാം അല്ലേ? താങ്ക്സ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ, ആദ്യം ഒരു സോറി പറയാം. കറക്റ്റ്. ദാറ്റ്സ് ഓക്കെ. സോറി ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കുറച്ചുണ്ടാക്കിയ പ്രശ്നത്തിന് മറ്റുള്ളവരെ പണിഷ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അക്ഷയ്, തനിക്ക് ആരോടെന്തോ പറയാനില്ലേ? ടീച്ചേഴ്സ് അറിയാതെ ക്ലാസ് റൂമിലൊന്നും നടക്കത്തില്ല. ഡോ, തന്നോടും കൂടെ. സാർ ഇവിടെ നിൽക്കുവാണല്ലേ? വരുന്നില്ലേ? വേഗം വാ സർ. അല്ല, ഞാനിപ്പോ വരാം. ഞാൻ പുറത്തന്നെ ഉണ്ട്. എന്താടോ ഒരു തമാശ? ആ പറ, ഞാനോടൊന്നും ചിരിക്കട്ടെ. അല്ല, ഈ സ്റ്റുഡൻസ് അറിയാണ്ട് സ്റ്റാഫ് റൂമിലും ഒന്നും നടക്കാറില്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. സൺസെറ്റ്, നൈസ് നൈസ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ്, ലവ്ലി സൺസെറ്റ്. നൈസാ. കണ്ടിട്ട് വന്നാ മതി. അങ്ങനെ ഹംപിയിൽ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റിന് ശേഷം അവരെല്ലാരും തിരിച്ചു സൺറൈസ് കാണാനായി ഗോവയിലേക്ക്. നമുക്കൊരു മൂവി പ്ലേ ചെയ്താലോ? എല്ലാരും ഇരുന്നേ, സിനിമ ഇടാൻ പോവാണ്. ഇരുന്നേ മോളെ. ഒന്നിങ്ങി വാ. നീ മൂവി ഒന്ന് പ്ലേ ആവോ? ചെല്ല്. അയ്യോ, പർവ്വതം പോലെ ടിവിയുടെ മുമ്പിൽ നിൽക്കാണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കടി. എന്റെ സീറ്റ് വന്നിരുന്നിട്ട് പൊടി. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും പ്ലീസ്. നടക്കട്ടെ. ആരിത്? ഹായ് അക്ഷയ്. ഹായ്. സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അന്ന് എനിക്കുണ്ട്. ആ ഇരിക്കുന്നില്ലേ? സൈഡ് സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ എനിക്ക് വട്ടാന്ന് തോന്നിക്കാണോ അല്ലേ? ഇച്ചിരി. ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാ പിന്നെ കണ്ണ് തുറന്ന് സ്വപ്നം കാണാൻ പറ്റും. അച്ഛനാ. എന്നും എന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. എന്നും വിളിക്കും. പണ്ടെന്നും വിളിക്കുമായിരുന്നു, ഇപ്പൊ വാട്സാപ്പായി. അപ്പോ ഇന്നലെ ഒക്കെ ടെക്സ്റ്റ് ചെയ്തത് വേറെ ആരെ? അച്ഛനെ തന്നെ. ഓ അച്ഛാ. ഉമ്മ കൊടുത്തോ? പോടാ. നമ്മളെ
ഈ ഇഷ്ടപ്പെടുന്ന പെണ്ണ് കിടന്നുറങ്ങുന്ന കാണാൻ വരെ എന്ത് ഭംഗിയാലേ. ആദ്യത്തെ ഒരാഴ്ച കാണും ഇത്. എന്തിവിടെ ഇരിക്കുന്നേ? താൻ എന്നാ അവസാനമായിട്ടൊരു സൺറൈസ് കണ്ടത്? സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കാറുണ്ട്, അസ്തമിക്കാറുണ്ട്. പക്ഷെ ആർക്കൊരു മൈൻഡില്ല. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് എല്ലാരും വല്ലപ്പോഴും ഒരു സൺറൈസ് ഒക്കെ കണ്ട ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ദിയ എന്ന് വെച്ച പ്രകാശ്. ഹായ്. ഏ ഓളൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഒലിപ്പിച്ച് ബോറാക്കിയല്ലേ. ശ്ശേ, പോടാ അവിടെ നിന്ന്. ആ വരും വരുൺ നോക്കടി. സ്റ്റേ ഉള്ളാട്ടോ, അടിപൊളി സ്ഥലം. ഇറങ്ങി വേടാ. അതേ വരുന്നു, ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഓക്കെ. ലവ്ലി എന്ത് ചെയ്യാൻ പോവാ? ചായ ഉണ്ടാക്കാൻ ഞാൻ. അയ്യോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദി കേരള ടീ. അല്ല അല്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാം. 1 സെക്കൻഡ്. കഴിക്കു ദേവു. എനിക്ക് വേണ്ട. കുറച്ച് കഴിച്ചേ. ഇന്നലെ രാത്രി കൊറേ കഴിച്ചു. എനിക്ക് വിശപ്പില്ല. അത് ഡിന്നർ, ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? കഴിച്ച മര്യാദക്ക്. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഞാനങ്ങ് സഹിച്ചു. ഒരു ജോലിയാണല്ലേ. See, you have to steer in the clockwise direction and anti-clockwise direction. Again clockwise direction and anti-clockwise direction. ഇനി ഇതൊന്ന് കുടിച്ചു നോക്കൂ. ഓ 1 സെക്കൻഡ്, ഞാൻ മറന്നു. ഐ ആം സോറി. എടി എടി ഇന്നലെ രാത്രി എന്താ സംഭവിച്ചേ? നിങ്ങളല്ലേടാ പറഞ്ഞേ ഒരു പെണ്ണിനെ വീഴ്ത്താൻ അവളെ ചിരിപ്പിക്കണമെന്ന്. ഇന്നലെ അവൾ ഇഷ്ടം പോലെ ചിരിച്ചളിയാ. പക്ഷേ ഓരോ തവണ അവള് ചിരിക്കുമ്പോഴും ഞാനാണ് കൂടുതൽ വീണ് പോയെ. അവനൊരു പാവ, പക്കാ ഡീസന്റ്. ഇതുവരെ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്തോളം നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിന്നോട് എന്തൊരു സോഫ്റ്റ് കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നത്. ചുമ്മാറൊന്നിങ്ങനെ പറയാതെ. ഹി സീംസ് ടു ബി എ നൈസ് ഗൈ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇങ്ങനത്തെ നൈസ് ഗൈസ് ആണ് നിനക്ക് വീണു പോവാൻ ചാൻസ്. The story of this sport is like a bad marriage. When it started, everything was great. The Portuguese ദിയ, നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ കിട്ടും. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഹായ്. ഞാൻ തന്നെ പറ്റി ഒരു കാര്യം കേട്ടല്ലോ. എന്ത് കാര്യം? തനിക്ക് എന്നോട് അഗാധമായ പ്രേമമാണെന്ന്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഇവന്മാര് ചുമ്മാ അറിഞ്ഞുണ്ടാക്കുന്ന. കോളേജ് തുടങ്ങുമ്പോ നമ്മളിങ്ങനെ ക്ലാസ്സിലുള്ള ഗേൾസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പോ തന്നെ കാണാൻ ഞാൻ ക്യൂട്ടാന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് തുടങ്ങിയത് അവന്മാര്. അപ്പൊ ഞാൻ ക്യൂട്ടാന്ന് സമ്മതിച്ചു അല്ലേ? അപ്പൊ തോന്നി, ഇപ്പൊ ഒട്ടും തോന്നണില്ല. എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ കുറേ ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, എല്ലാരും അവസാനം ഐ ലവ് യു എന്ന് പറഞ്ഞ് പുറകെ വരും. അതോടെ ഫ്രണ്ട്ഷിപ്പ് ക്ലോസ്ഡ്. താൻ നോക്കുന്നേ? ഓഹോ, ഞാനും തന്റെ പുറകെ ഇങ്ങനെ വരുന്നല്ലേ? അതെ, താനാണ് ഇങ്ങോട്ട് വന്ന് എന്റെ അടുത്തിരുന്നത്. എന്റെ പേടി താൻ എന്റെ പുറകെയാണോ? ഓഹോ, ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. കിട്ടിയോ? കാശ് കൊടുത്തോ? നീ സ്ലോ ആണല്ലോ. ശരിയാണല്ലോ. വേഗം വിട്ടൂടെ? ഒന്ന് വേഗം വിടുന്നുണ്ടോ? ദേവൂട്ടി, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ഉണ്ട്. മാപ്പ് പറഞ്ഞു പോലെ. സ്ട്രൈറ്റ് സ്ട്രൈറ്റ്. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇതുവഴി ഇതുവഴി ഇതുവഴി. ആ കാണുന്ന വഴി. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇതന്നെ. പതുക്കെ പോ. വാ, വേഗം വാ. സമയങ്ങളില്ല, വേഗം വാ. ഞാൻ തിരിച്ചു പോവാം. ഇവിടെ ഒന്നും ശരിയാവത്തില്ല. ഓ, ഇവൻ വരാൻ. ഇവിടെ തന്നെ. മതി, എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? വെയിറ്റ് വെയിറ്റ്, നിക്ക്. ഹലോ, ഇങ്ങനെ ദേവു? ടാറ്റൂ പാർലർ.
ഇവളാരാ റഷ്യൻ മാഫിയ? Your directions were very clear. I see. Is this your man? Gotham. What's up? നീയും റഷ്യൻ മാഫിയായിട്ട് എന്തടി ബന്ധം? ഹാർട്ട്, ലങ്സ്, ഓർഗൻസ് ഒക്കെ ഉണ്ട്. സത്യം പറടി, നീ എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? യൂറി യൂറി ഞങ്ങൾക്ക് വേണ്ടി ഒരു കപ്പിൾ ടാറ്റു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പിൾ ടാറ്റു? ഇവിടെ പിടിച്ചു മാറ്റിക്കേ. എനിക്ക് ഇവന് മാച്ചിങ് ആയിട്ട് ഇതേപോലത്തെ കപ്പിൾ ടാറ്റു. I'm sorry, guys. How can I make it up to you? ഞാനെന്തീ പറഞ്ഞേ? What do you want? Gun, weapon, anything. Just tell me. പുള്ളിക്കാരന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. തോക്കൊക്കെ തരാന്ന്. തോക്കോ? നീ എന്ത് കണ്ടിട്ടാ ബോധം കിട്ടുന്നു പറഞ്ഞേ? സൂചി. എനിക്ക് പണ്ടേ സൂചി ഭയങ്കര പേടിയാ. അങ്ങനെ റോക്ക് സ്റ്റാർ ഗൗതം സൂജിമോൻ എന്ന പേരിലും ദേവിക ടാറ്റുമോൾ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. ഒരു സൂചി കുത്തിയ വേദന. ഇനിയുള്ള യാത്ര അത്ര സുഖകരമായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ടാറ്റുമോൾ കലിപ്പിലായി. ടാറ്റുമോൾ, സുജിമോൻ, എന്ത് പറ്റി ഞങ്ങളുടെ കൂടെ വരാൻ? ഇനി കപ്പിൾ ടാറ്റു പോലത്തെ വിചിത്രാചാരങ്ങളൊന്നും ബാക്കിയില്ലേ? ഞാൻ അറിയാത്ത വേറെ വല്ല പേടിയുണ്ടോ? പാറ്റാപ്പല്ലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അല്ലാതെ ഈ മൂളിലും ചീറ്റിലും കേട്ട് ഊഹിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇതിന്റെ 21 ഗിയറുണ്ട്. ലവ്ലി, വാട്ട് ആർ യു ഡൂയിങ്? സാരി എടുത്തിട്ടാണോ സൈക്കിൾ ചവിട്ടുന്നത്? കാട്ടിലും കോഴിയുണ്ട് സാറേ. ഞാൻ MG യൂണിവേഴ്സിറ്റി സൈക്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു until 2002. ഇത് എന്തെങ്ങനെ? ഇത് പുതിയ മോഡലാണെന്ന് തോന്നുന്നു. നോക്ക് എന്റെ ചേട്ടൻ. ഭയങ്കര ലുക്കാണല്ലോ. അതെ, ഏട്ടനൊരു പഠിപ്പിച്ചായിരുന്നു. പക്ക ബുജ്ജി. 10th കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ തീരുമാനിച്ചിരുന്നു IIT എഞ്ചിനീയറിംഗ്, IIM MBA, ഏതെങ്കിലും ഒരു ലീഡിംഗ് ഇന്റർനാഷണൽ കമ്പനി 2 വർഷം ജോലി. പിന്നെ അതൊക്കെ ക്വിറ്റ് ചെയ്ത് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുന്നു. എന്നിട്ട് കഴിഞ്ഞ മാസം ഏട്ടൻ്റെ കമ്പനിയുടെ 1 year സക്സസ് പാർട്ടി ആയിരുന്നു. എൻ്റെ ഈ പ്രായത്തിൽ തന്നെ ഏട്ടനറിയായിരുന്നു അടുത്ത 10 വർഷത്തേക്ക് എന്താ വേണ്ടതെന്ന്. എനിക്കാണെങ്കിൽ അടുത്ത സെമിസ്റ്ററിൽ ഇത് എലക്ടീവ് എടുക്കേണ്ടതെന്ന് പോലും അറിഞ്ഞൂടാ. എന്റെ ബ്രേക്കിനെന്തോ പറ്റി. ബ്രേക്കിന് എന്ത് പറ്റിയെന്നാ? നിനക്ക് സൂചി പേടിയാണെന്ന് അവളോടങ്ങ് പറഞ്ഞ പോരായിരുന്നു. എന്തേ പറയാൻ പറ്റില്ലേ? എടാ, ഈ എന്നെ കണ്ട നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് സൂചി പേടിയാണെന്ന്? അപ്പൊ അല്ലേ? ആണ്. എന്നാ പിന്നെ വാദം പറഞ്ഞുകൂടാ ടാറ്റു പിടിക്കാൻ താല്പര്യം. എടാ, ഇത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല. ഒരു ഗേൾ ഫ്രണ്ട് ആകുമ്പോഴേ നിനക്ക് അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, അപ്പോഴത്തേക്കും തുടങ്ങിക്കോളും. പ്രാക്ടീസ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഇവന്റെ പറച്ചിലെടുത്തൊന്നും ആ നാട്ടിലെ ആൾക്കാരെ മുഴുവൻ ഞങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുവാണെന്ന്. സത്യം പറയടാ, നിനക്കിഷ്ടമാണോ ഞങ്ങളുടെ പാട്ട്? സത്യം പറയണോ? ആ, പെറ്റ തള്ള സഹിക്കത്തില്ല. എടാ, ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ക്ലാസിക്കലും ഒക്കെ പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അവന്മാര് നിന്നെ കെട്ടിയിട്ടിട്ടൊന്നുമില്ലല്ലോ, നിനക്ക് വേണ്ടി നിർത്തി പോടാ. എടാ, ദേവിക എന്നെ കണ്ട ടൈം മുതൽ ഞാൻ ഇങ്ങനൊക്കെയാ. റോക്ക് ബാൻഡും ക്രൗളിങ്ങും കുറെ കറുത്ത ടീഷർട്ടും കോപ്പും. പെട്ടെന്നൊരു ദിവസം എനിക്കൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവളെന്ത് വിചാരിക്കും? അവളെ എന്ത് വിചാരിക്കാനാടാ?
ഓ പിന്നെ നിന്റെ ഈ കറുത്ത ടീഷർട്ട് വേണ്ടില്ല അവളെ ഇഷ്ടപ്പെട്ടത്. എടാ ഇത്രയും സില്ലി കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നീയൊക്കെ എന്നാ കോപ്പിലെ റിലേഷൻഷിപ്പിലാ. ദേവിക അവളൊരു പാവല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവൾക്ക് ഇതൊന്നും ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല. നീ ഓരോന്ന് ആലോചിച്ചു വിട്ടു. നിങ്ങൾ വരുന്നില്ലേ? നീ വിട്ടോ, ഞങ്ങൾ എത്തിയേക്കാം. എടാ ഒരു കുഴപ്പമില്ലാതെ ഓടുന്ന വണ്ടിയുടെ ടയർ ഞാൻ സ്വയം കുത്തി പൊട്ടിക്കണം. എടാ ഇപ്പോഴാണ് ഒരു ടയർ മാത്രം മാറ്റിയാൽ മതി. വെച്ചോണ്ട് ഞാൻ ചിലപ്പോൾ ഈ വണ്ടിയോടെ മാറ്റേണ്ടി വരും. ടയർ മാറ്റി? എന്ത് ഈ ടയറിന് എന്താ കുഴപ്പം? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. അക്ഷയ്ക്ക് ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കില്ലായിരുന്നു. തനിക്കോ? ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേരുണ്ടായിരുന്നെങ്കിലും ബോയ് ഫ്രണ്ട് ആയിട്ട് ഒരാൾ വേണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയും തോന്നിക്കൂടാന്നില്ലല്ലോ. സ്ഥലമെത്തി. ബാ പോവാം. എന്താ നോക്കി നിൽക്കുന്നേ? വാ. വാ. ദിയ, ദിയ. അക്ഷയ്, ട്രൂത്ത് ഓർ ഡെയർ? ഇവിടെ വെച്ചോ? പറ, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഡെയർ ചൂസ് ചെയ്യടാ, പേടിത്തൂറി. ആ ഓക്കെ. പാരസൈലിംഗ്. അത് കേട്ടിട്ട് തന്നെ പേടിയാണോ? എന്താ സാധനം? എന്ത് പറഞ്ഞാലും പേടി പേടി പേടി. പേടിയില്ലാത്ത മാത്രം ചെയ്യാനാണെങ്കിൽ പിന്നെന്തിനാ ഡെയർ എന്ന് വിളിക്കണേ? ഓക്കെ, താൻ അടുത്ത പറയുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പ്രോമിസ്? പ്രോമിസ്. അക്ഷയ് കിട്ടി. ബഞ്ചി ജമ്പിങ്. ഞാൻ ട്രസ്റ്റ് മീ അക്ഷയ്, അടിപൊളിയായിരിക്കും. തന്റെ എല്ലാ പേടികളും തീർന്നു കേട്ടോ. ഞാൻ തന്നെ അങ്ങ് തീർന്നു കിട്ടിക്കോളും. ഫസ്റ്റ് പ്രോമിസ് തന്നെ ബ്രേക്ക് ചെയ്യണല്ലേ? ഓക്കെ ഫൈൻ. Put your legs in the harness. Keep your back straight. You'll be okay, man. Come on. Hold on tight. Keep your feet on the launch pad. Three, 2, 1. അക്ഷയ് Take a deep breath. പേടിയാണെങ്കിൽ വേണ്ടടോ, വിട്ടേക്കാം. ഇറ്റ്സ് ഓക്കെ. പേടി കാരണം ഞാൻ പലതും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ചെയ്യണം. Ready? Focus. Hold on tight. 3, 2, 1. Jump!
I love you. അക്ഷയ്, തൻ്റെ ഫോണൊന്ന് തരുമോ? അതാണ് എൻ്റെ നമ്പർ. ഫ്രഷ് ആയതിന് ശേഷം ഞാൻ വിളിക്കാം. ക്യാമ്പ് ഫയറിലേക്ക് നമുക്ക് ഒരുമിച്ച് പോയാലോ? ഓക്കെ? ഓക്കെ. അവളുടെ നമ്പർ അവള് തന്നെ എനിക്ക് തരും. നോക്കിക്കോ. എന്റെ ജാക്കറ്റ് എന്തി? അത് ഞാൻ കണ്ടു പൊന്നാട എണീച്ചു കൊടുക്കുന്നത്. അടുത്ത പ്രാവശ്യം സ്നേഹം വരുമ്പോ വല്ല റെയിൻകോട്ടും മേടിച്ചു കൊടുക്കുക. മനസ്സിലായി? എന്താണ് ഫേസ്ബുക്കിൽ സിംഗിൾ മാറ്റി ഇന്ന റിലേഷൻഷിപ്പ് എന്നാകാറായോ? ഞങ്ങളൊന്ന് കമ്പനിയായി വരുന്നേ ഉള്ളൂ. അല്ലെങ്കിലും ഒരു റിലേഷൻഷിപ്പിനൊന്നും അവള് റെഡിയല്ല. അതിനോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ. ഓ അതല്ല. പിന്നെന്താ? അവളാരെങ്കിലും ഇട്ടിട്ട് പോയോ? ഇല്ല. അവളാരെങ്കിലും ഇട്ടിട്ട് പോയോ? ഓ അല്ല. ലെസ്ബിയൻ ആണോ? അല്ലടാ. പിന്നെന്താ? അവളുടെ പേരൻസ് ഡിവോഴ്സ് ആയി. സോറിയോ? അവർ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോഴാ താൻ. അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇറങ്ങിപ്പോന്ന് ഞാൻ ഒരിക്കലും. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ വരാണ്ട് ഐവിക്ക് പോലും വരണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ ആ വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് ഓർമ്മ വരും. എടാ നീ ഇത് ആരോടും പറയരുത്. എടാ ആരോടും ഇല്ല. I hope you're comfortable. Can I open my eyes now? Wait. Oh, wow. ഇത് കൊള്ളാലോ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, വൈൻ. നല്ല റൊമാൻറ്റിക് ആണല്ലോ. എന്താ ഉദ്ദേശം? നമ്മുടെ ഫസ്റ്റ് ഡേറ്റില്ലേ, സോ കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ എന്ന് കരുതി. ഡേറ്റോ? Cheers. ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? ചിരട്ട എളുപ്പം കിട്ടി. ടയറ് കുറച്ച് ഇഷ്ടപ്പെട്ടു. താനെന്താ ആരോടൊന്നും പറയാത്തെ തന്റെ പേരൻസിന്റെ കാര്യം? എനിക്ക് 8 കസിൻസ് ഉണ്ട്. ഇത്രയും നാള് ഞങ്ങൾ ഫുൾ അലമ്പായിരുന്നു. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം അറിഞ്ഞതോടെ ഇപ്പാകെ അവർക്ക് സിമ്പതി മാത്രമേ ഉള്ളൂ. മതിയായി. അറ്റ്ലീസ്റ്റ് ഇവരുടെ ഒക്കെ മുന്നിൽ ഞാൻ ഇപ്പോഴും ആ പഴയ ദിയല്ലേ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദിയ, നമ്മൾ ഇന്നലെ കേട്ട പാട്ട് ബസ്സിൽ ഇയർഫോൺ വെച്ചിട്ട് വാ. Miss Dia, shall we have this dance? Rise above my walls, rise again,
shine upon my walls.